ഹലോ ഗൈസ്, അച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ ഒരു യാത്രയിലാണ്. അതായത് പാലസ് റോഡ് ആറ്റിങ്ങിൽ മുത്തുമാരി അമ്മ ക്ഷേത്രത്തിലെ പൊങ്കാലയാണെന്ന്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളെ കുടുംബകോവിലും കൂടെയാണ് കേട്ടോ. അങ്ങനെ 7 മണിക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് വെളിയിൽ റോഡ് സൈഡിലാണ് അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അടുപ്പത്ത് കലമൊക്കെ വെച്ചിട്ട് അമ്പലത്തിനകത്തോട്ടൊക്കെ പോയി. അവിടോട്ട് പോയപ്പോൾ റോഡ് സൈഡാണ്, നമുക്ക് ക്യാമറയും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല അധികം, കാരണം ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ അടുപ്പ് തീ പകരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഒരുവിധമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ സമയം, കാരണം അകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട്. അതുമാത്രമല്ല റോഡ് സൈഡല്ലേ, ബ്ലോക്കും കൂടെയൊക്കെ ആവുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ റിസ്ക് എടുത്താണ് നമ്മളെല്ലാവരും ഒക്കെ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തീ പകർന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊങ്കാല ഇടാനായിട്ട് തുടങ്ങുകയാണ്. പോരാത്തതിന് ഇതിനടുത്ത് തന്നെ എൻ്റെ മോളുടെ സ്കൂളും കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ അടുപ്പത്ത് വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അരിയൊക്കെ കഴുകുന്നുണ്ട്. ഇതിനടുത്താണ് കുഞ്ഞാറ്റയുടെ സ്കൂൾ. അപ്പോൾ കുഞ്ഞാറ്റ സ്കൂളിൽ പോകാതെ എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. കാരണം അവൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ, നമ്മുടെ ക്ഷേത്രത്തിലെ പൊങ്കാലയല്ലേ അമ്മ, ഞാനിവിടെ വരുന്നു എന്നും പറഞ്ഞൊക്കെ എന്നോട് നിൽക്കണം. എനിക്കൊരു വിധത്തിൽ വീഡിയോ എടുക്കത്തില്ലേ, എൻ്റെ ഫേസൊന്നും എടുക്കണില്ലേ, ബാക്ക് വശം മാത്രമാണ് അവിടെ എടുക്കുന്നത്. കാരണം അവൾക്ക് പുകയും തീയൊക്കെ കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾ ബാക്കിലോട്ട് ഇരുന്ന് എടുത്തിട്ട് പറയണം, അമ്മയ്ക്കൊന്നും കിട്ടില്ല, ഒരു പുല്ലും കിട്ടില്ല, ഒരു സബ്സ്ക്രൈബോ ഒരു ലൈക്കോ ഷെയറോ ഒന്നും കിട്ടുന്നില്ല, 1 രൂപ പോലും കിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് എടുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാമല്ലോ, നമ്മളെക്കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുമോ, നമ്മൾ സാധാരണക്കാരായ ഒരു പാവപ്പെട്ടവരല്ലേ, നമുക്കിത് വല്ലതും റീച്ച് ആയിക്കഴിഞ്ഞാൽ നമ്മളൊത്തിരി പൈസയെങ്കിലും കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് എടുത്ത് തരണമെന്ന് പറഞ്ഞൊക്കെ ഞാൻ അവളെ കെഞ്ചിയൊക്കെ കാല് പിടിച്ചാണ് എടുക്കുന്നത് ഗൈസ്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു, എൻ്റെ അരി വെന്തു കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ അതിനുശേഷം ഇവള് പറയുകയാണ് ഇതെടുത്ത് തരാൻ, എനിക്ക് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റൊക്കെ മേടിച്ചു തരണം. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ പറഞ്ഞ് അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി അമ്പലത്തിനകത്ത് തുള്ളൽ നടക്കുവാണ് കേട്ടോ. കാരണം നിവേദ്യ സമയം ആയതിനാൽ അമ്മയും അപ്പനൊക്കെ തുള്ളിയൊക്കെ ഇറങ്ങുവാണ്. നമ്മുടെ മുത്തുമാരി അമ്മനല്ലേ, അപ്പോൾ അവിടെ നിന്ന് തുള്ളിയൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നിവേദ്യ സമയമായതുകൊണ്ട് നിവേദ്യത്തിനായിട്ട് പോറ്റി വരുവാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നിവേദ്യം തളിച്ചതിന് ശേഷം പുറകിൽ കൂടി തന്നെയാണ് അമ്മയും മുത്താരമ്മയൊക്കെ വരുന്നത്. അവർ തുള്ളിയാണ് ഇത് വരുന്നത്, തുള്ളൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന പൊങ്കാല ഒരു പൊങ്കൽ വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുന്നതാണ്, അതാണ് തുള്ളലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതെൻ്റെ എല്ലാവർക്കും കണ്ടാലും അറിയാം. ഇത് തുള്ളിയാണ്. ഇനി തീർന്നു പോവുകയാണ്. ഇപ്പോൾ താഴോട്ടെത്തി. ഇനി അമ്പലത്തിനകത്ത് അത് കയറി അവരുടെ പണ്ടാര അടുപ്പിൽ പൊങ്കാലയും കൂടെ കോരുമ്പോഴത്തേക്ക് ഇവിടുത്തെ പൊങ്കാല മഹോത്സവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ട്, നമ്മളത് കഴിച്ചിട്ടൊക്കെ ഇനി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മോക്കൊരു ഞാൻ ഐസ് ക്യാൻഡി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് എടുത്ത് തന്നതിന് അതിൻ്റെ വീഡിയോ അവൾ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇനിയിപ്പോൾ പ്രഭാത ഭക്ഷണം വാങ്ങിച്ചു ഇനി വീട്ടിൽ